നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് സർക്കാർ രംഗത്തെത്തി. കൊറോണ വ്യാപനം കൂടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിർദ്ദേശവുമായി അധികൃതർ എത്തിയത്. ഓഫീസുകളുടെ പ്രവർത്തനശേഷി കുറയ്ക്കുകയുണ്ടായി. റെസ്റ്റോറന്റുകൾ ഡൈനിങ് നിരോധിച്ചു. നഴ്സറി സ്കൂളുകളും സലൂണുകളും അടയ്ക്കും. പുതിയ നിയന്ത്രണങ്ങൾ വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽ താനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് വീണ്ടും കർശന നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ നിലവിലെ യാത്രാ പ്രവേശന നയങ്ങൾ തുടരുക തന്നെ ചെയ്യും. നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഇപ്രകാരമാണ്: വീടിന് പുറത്തിറങ്ങുമ്പോൾ ഫേസ് മാസ്ക്, ശാരീരിക അകലം പാലിക്കൽ, ഇത്രാസ്, പ്രൊഫൈൽ നിറം പച്ച തുടങ്ങിയ വ്യവസ്ഥകൾ തുടരും. സർക്കാർ സ്വകാര്യ മേഖലകളിൽ 50% പേർ മാത്രം ഓഫീസിലെത്തിയും 50% പേർ വീട്ടിലിരുന്നും ജോലി ചെയ്തിരിക്കണം. സൈന്യം, സുരക്ഷ, ആരോഗ്യ മേഖലയിലുള്ളവർക്ക് ഉത്തരവ് ബാധകമല്ല. ഓഫീസ് യോഗങ്ങൾ വെർച്വൽ വേദികളിൽ നടത്താൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ മാത്രം പരമാവധി 5 പേർ മാത്രമുള്ള യോഗം ചേരാം. പള്ളികളിൽ ദിവസേനയുള്ള പ്രാർത്ഥനകളും വെള്ളിയാഴ്ചകളിലെ ജുമാ നമസ്കാരവും തുടരും. പള്ളികളിലെത്തുന്നവർ കോവിഡ് മുൻകരുതൽ പാലിക്കണം. 12 വയസ്സിൽ താഴെയുള്ളവർക്ക് പള്ളികളിൽ പ്രവേശനം അനുവദിക്കില്ല. ശുചിമുറികളിലും അംഗശുദ്ധി വരുത്തുന്ന ഇടങ്ങളും അടഞ്ഞു തന്നെ കിടക്കും. റംസാനിൽ തറാവീഹ് പ്രാർത്ഥന വിശ്വാസികൾ വീടുകളിൽ നിർവഹിക്കണം. സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ അടിയന്തര സേവനങ്ങൾ മാത്രം ഉണ്ടാകും. സാധ്യമായ ഏതാനും ഓൺലൈൻ സേവനങ്ങൾ തുടരാം. വീടുകളിലും മജ്ലിസുകളിലും അടച്ചിട്ട സ്ഥലങ്ങളിലുമുള്ള ഒത്തുചേരലുകൾ നിരോധിച്ചു. അതേസമയം കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവരാണെങ്കിൽ പരമാവധി 5 പേർക്ക് പൊതുസ്ഥലത്ത് ഒത്തുകൂടാം. ശൈത്യകാല ക്യാമ്പുകളിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് മാത്രമേ അനുമതിയുള്ളൂ. ഇൻഡോർ, ഔട്ട്ഡോർ വേദികളിൽ വിവാഹം പാടില്ല. ദോഹ മെട്രോ സർവീസ് 20% ശേഷിയിൽ പ്രവർത്തിക്കും. കർവ ബസ്സുകളുടെ പ്രവർത്തനവും 20% ശേഷിയാകും. ചില റൂട്ടുകളിലെ സർവീസ് നിർത്തിവെക്കും. എന്നാൽ വെള്ളി, ശനി ദിവസങ്ങളിൽ ദോഹ മെട്രോ, കർവ ബസ്സുകൾ സർവീസ് നടത്തില്ല. പുകവലിക്ക് അനുവദിച്ചിരുന്ന സ്ഥലങ്ങൾ അടയ്ക്കും. മെട്രോ സ്റ്റേഷനുകളിലും യാത്രയിലും ഭക്ഷണപാനീയങ്ങൾ അനുവദിക്കില്ല. വാഹനങ്ങളിൽ ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ ഒഴികെ ഡ്രൈവർ ഉൾപ്പെടെ 4 പേരിൽ കൂടാൻ പാടില്ല. കമ്പനി തൊഴിലാളികളെ കൊണ്ടുപോകുന്ന ബസ്സുകളിൽ സീറ്റിന്റെ പകുതി എണ്ണം ആളുകൾ മാത്രമേ പാടുള്ളൂ. കോവിഡ് മുൻകരുതൽ പാലിച്ച് വേണം യാത്ര. റെസ്റ്റോറന്റുകളിലും കഫേകളിലും ഡൈനിങ് നിരോധിച്ചു. പാഴ്സലുകളിലും ഡെലിവറിക്കും മാത്രം അനുമതി. ഷോപ്പിംഗ് മാളുകളുടെ ശേഷി 30%. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനമില്ല. മാളുകളിലെ പ്രാർത്ഥനാ മുറികൾ, വസ്ത്രം മാറുന്ന മുറികൾ, ഫുഡ് കോർട്ടുകൾ എന്നിവ പ്രവർത്തിക്കില്ല. റെസ്റ്റോറന്റുകൾക്ക് ഡെലിവറി സേവനങ്ങളും പാഴ്സലുകൾക്കും അനുമതിയുണ്ട്. പരമ്പരാഗത സൂക്കുകളുടെ പ്രവർത്തനശേഷി 30%. വെള്ളി, ശനി ദിവസങ്ങളിൽ സൂക്കുകൾ പ്രവർത്തിക്കില്ല. ഹോൾസെയിൽ മാർക്കറ്റുകളുടെ ശേഷി 30%. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൂക്കുകളിലും മാർക്കറ്റുകളിലും പ്രവേശനമില്ല. പബ്ലിക് പാർക്കുകൾ, ബീച്ചുകൾ, കോർണിഷ് എന്നിവിടങ്ങളിൽ ഇരിക്കാൻ അനുമതിയില്ല. നടത്തം, ജോഗിംഗ്, സൈക്കിൾ സവാരി തുടങ്ങിയ വ്യക്തിഗത കായിക പ്രവർത്തനങ്ങൾ നടത്താം. കളിസ്ഥലങ്ങളും വ്യായാമ ഉപകരണങ്ങളുടെ ഏരിയയും അടഞ്ഞു തന്നെ കിടക്കും. സർക്കാർ സ്വകാര്യ സ്കൂളുകളിലും കിൻഡർ ഗാർഡനുകളിലും സർവകലാശാലകളിലും ഓൺലൈൻ പഠനം തുടരും. സ്വകാര്യ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങൾക്ക് ഓൺലൈൻ സേവനങ്ങൾക്ക് മാത്രം അനുമതി. കോവിഡ് മുൻകരുതൽ പാലിച്ചുകൊണ്ട് ഭിന്നശേഷി പരിചരണ കേന്ദ്രങ്ങളിൽ വ്യക്തിഗത സെക്ഷനുകൾ മാത്രം. ഇൻഡോർ, ഔട്ട്ഡോർ വേദികളിൽ കായിക ടീമുകളുടെ പരിശീലനം പാടില്ല. എന്നാൽ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതിയോടുകൂടി മാത്രം പ്രാദേശിക, രാജ്യാന്തര ടൂർണമെന്റുകളിലെ കായിക താരങ്ങൾക്ക് പരിശീലനം നടത്താം. പ്രാദേശിക കായിക ഇവന്റുകൾ നടത്താൻ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി വേണം. അതേസമയം എല്ലാ കോൺഫറൻസുകളും, പ്രദർശനങ്ങളും, ഇവന്റുകളും മാറ്റിവെച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.